അസ്സലാമു അലൈക്കും. മാജീസ് കിച്ചണിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടൊരു റവക്കഞ്ഞി. അതിന് വേണ്ട സാധനങ്ങൾ: 200 ഗ്രാം ചിക്കൻ പുഴുങ്ങി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണ്. 150 ഗ്രാം റവ, 1 ടീസ്പൂൺ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത്, വലിയ വലിപ്പമുള്ള ഒരു സവാള, ഒരു 5 ബീൻസ് അരിഞ്ഞത്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്യാരറ്റ്, ഒരു കുഞ്ഞ് തക്കാളി, മല്ലിച്ചപ്പ്. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി അതിലൊരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ. എണ്ണ ചൂടാതെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇടുന്നു. അത് കുറച്ചൊന്ന് നന്നായിട്ട് മുരണ്ട, ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ബാക്കി സാധനം ചേർക്കുക. അതായിട്ടുണ്ടേ. ഇനി സവാള ഇടണം. സവാള ഇട്ട് ഇച്ചിരി ഒന്ന് വാടിയതിന് ശേഷം ഓരോന്ന് നമുക്ക് ചേർക്കാം. ഉള്ളി ഒന്ന് വാടി, എന്നിട്ട് ക്യാരറ്റും ബീൻസും ഇടണം. ഇത് കുറച്ചൊന്ന് വാടട്ടെ. ഇതിനാവശ്യമായ ഉപ്പിടണം. എന്നിട്ട് തക്കാളി ഇട്ട് വാടിയതിന് ശേഷം അതിനകത്ത് റവ ഇടണേ. റവ ഇട്ട് അതെല്ലാം കൂടെ എണ്ണയ്ക്കകത്ത് ഇടണം. വാടട്ടെ. ഇതൊന്ന് മൂത്തിട്ടുണ്ടേ. നമ്മൾ റവ എടുത്ത ബൗളിൽ തന്നെ 4 ബൗള് വെള്ളം ഒഴിക്കുന്നുണ്ട്. നാല് ബൗളും വെള്ളം ഒഴിച്ച് ഇത് ഒഴിച്ച് ഒന്ന് വെന്ത് കുറി വരട്ടെ. വന്നതിന് ശേഷം ബാക്കി ചേർക്കാം. വെള്ളം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 ബൗൾ വെള്ളവും കൂടെ ഒഴിക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ചിക്കൻ ഇടണം. ചിക്കൻ 2 കാര്യം വിട്ടുപോയി: കുരുമുളക് പൊടി, ഇച്ചിരി മസാല, ഒരു നുള്ളു മസാല. കുരുമുളക് പൊടി നിങ്ങൾ ആവശ്യം അനുസരിച്ച് ഇടണം കേട്ടോ. ആവശ്യത്തിന് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്. നിങ്ങളെ ആവശ്യത്തിന് നിങ്ങളെ എരിവ് കണക്കായി കുറച്ച് എരിവ് വേണം. ഇച്ചിരി നിങ്ങളെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഇതായിട്ടുണ്ട്. ഞാൻ കുറച്ച് മല്ലി ഇലയും ഇട്ട് 1 ടീസ്പൂണ് നെയ്യും കൂടെ ഇടണം, ടേസ്റ്റ് കിട്ടാനേ. ഇത് തയ്യാറായിട്ടുണ്ട്. അടിപൊളി വേണ്ട, നല്ല അടിപൊളി. കുടിച്ചാൽ നല്ല ക്ഷീണവും മാറും, ശരീരത്തിന് എനർജി ഉണ്ടാവും. ഏത് ഇറച്ചിയിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. ഇത് 1 പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.